राहों में कांटे अगर हो, रुकना नहीं चलते जाना। यीशु तेरे साथ है, ये तू विश्वास करना। संसार के अंत तक वो तेरे साथ है। राहों में कांटे अगर हो, रुकना नहीं चलते जाना। यीशु तेरे साथ है, ये तू विश्वास करना। संसार के अंत तक वो तेरे साथ है। आंधी आने दो या आने दो तूफान, आंधी आने दो या आने दो तूफान। वो नैया क्या डूबेगी जिसमें है यीशु महान। राहों में कांटे अगर हो, रुकना नहीं चलते जाना। यीशु तेरे साथ है, ये तू विश्वास करना। संसार के अंत तक वो तेरे साथ है। दुख से भरी है जिंदगी, मुसीबत भरे रास्ते हैं। दुख से भरी है जिंदगी, मुसीबत भरे रास्ते हैं। दुख दूर हो जाएंगे तेरे अगर तू यीशु के साथ है। राहों में कांटे अगर हो, रुकना नहीं चलते जाना। यीशु तेरे साथ है, ये तू विश्वास करना। संसार के अंत तक वो तेरे साथ है। अगर मौत का डर सजाए तुझे सलीब पर तू खोर कर। अगर मौत का डर सताए तुझे सलीब पर तू खोर कर। यीशु ने मौत को जी
तू विश्वास कर, राहों में कांटे अगर हो, रुकना नहीं चलते जाना। यीशु तेरे साथ है, ये तू विश्वास करना। संसार के अंत तक वो तेरे साथ है, राहों में कांटे अगर हो, रुकना नहीं चलते जाना। यीशु तेरे साथ है, ये तू विश्वास करना। संसार के अंत तक वो तेरे साथ है। വെരി ഗുഡ് ബ്രദർ, വളരെ നല്ല ഇതായിരുന്നു. അവിടുന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയേകിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ
മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നോ, നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഏകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാൻ ഏകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നേ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. धन्यवाद ब्रदर। अभी हम प्रार्थना करेंगे। प्रार्थना का बात प्रिया गॉडविन ब्रदर प्रभु का वचन से शेयर करेगा। प्रिया गॉडली ब्रदर प्रार्थना में हमको मदद करेगा। നമുക്ക് പ്രാർത്ഥിക്കാം। കടാസമനായ ദൈവമേ കർത്താവേ, ഈ നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ മാധ്യമങ്ങളിലൂടെ പ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടുവാനും ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി നോക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, നല്ല പാട്ടുകളെ കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള നന്ദിയാൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, സഹായിക്കണമേ. കർത്താവ്, വീണ്ടും ഞങ്ങള് അങ്ങയുടെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ധാരാളമായി നൽകണം, സഹായിക്കണം. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, പ്രതിയാൽ വചനം ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസനെ തിരുക്കരങ്ങളിലേക്ക് തരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവ് പൗസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കണമേ, സഹായിക്കണമേ. കർത്താവെ, കർത്താവിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട്
ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവനാം മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണമേ, സഹായിക്കണമേ കർത്താവെ. മറ്റ് യാതൊരു പ്രതിസന്ധികളും വരാതെ കർത്താവ് ഈ മാധ്യമത്തെയും കർത്താവ് കരുതിക്കൊള്ളണമേ, സഹായിക്കണമേ. കൃപയാ കർത്താവ് നിറയ്ക്കണം, സഹായിക്കണം. സകല കാര്യങ്ങളും തിരുസലിലേക്ക് അർപ്പിക്കുന്നു. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാണമേ. गॉडविन ब्रदर अभी प्रभु का वचन से शेयर करेगा. थैंक यू ब्रदर. देवनामम महत्वപ്പെടുമാറാകട്ടെ. महान पिता परमेश्वर के अति पवित्र नाम को हम धन्यवाद करेंगे. ഇത്രയും ദൈവമക്കളുടെ മുമ്പാകെ ഇപ്രകാരം വചനവുമായിട്ട് വരുവാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. मैं महान पिता परमेश्वर का धन्यवाद देता हूँ कि इन संजनों के साथ मिलकर परमेश्वर के वचन बांटने का सौभाग्य परमेश्वर ने मेरे जीवन में प्रदान की है. പ്രത്യേക ബറൂച്ചിലുള്ള ദൈവമക്കളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ, എല്ലാവരെയും കണ്ട് സന്തോഷിപ്പാൻ, ഇപ്രകാരം സന്തോഷിപ്പാൻ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൃപ ചെയ്തതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. मैं प्रभु परमेश्वर का धन्यवाद देता हूँ कि इस रीति से वापस बरूच के संजनों को इस माध्यम के द्वारा मिलने का एक सौभाग्य परमेश्वर ने मेरे जीवन में दिया और वहां पर लोगों को मिलकर आनंद हुआ. इसके लिए मैं परमेश्वर को धन्यवाद देता हूँ. പ്രതിയാല് ഇപ്രകാരം ഇങ്ങനെ ഒരു അവസരം പ്രതിയാല് തന്ന ശിവരങ്ങളും സഭയിലെ എല്ലാ ശുശ്രൂഷകർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. और मैं परमेश्वर का और धन्यवाद देता हूँ जो इस रीति से मुझे परमेश्वर के वचन से बांटने के लिए सौभाग्य दिया. और उतना ही नहीं, प्रभु के दास सेवर अंगल को भी और बरूच कलीसिया के हर एक वडीलों को मैं प्रभु यीशु मसीह के पवित्र नाम से धन्यवाद देना चाहता हूँ. ഏകദേശം ഇന്ന് ഉച്ചയായപ്പോഴാണ് സേവരങ്ങൾ എന്നോട് പറയുന്നത് വചനത്തിൽ നിന്ന് ഒരു 10 മിനിറ്റ് സംസാരിക്കണം എന്ന രീതിയിൽ എന്നോട് പറയുന്നത്. आज दोपहर के समय में सेवियर अंकल ने मुझे बताया कि परमेश्वर के वचन से 10 मिनट के लिए आपको कुछ बताना है. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ ഇവിടെയുള്ള ദോഹയിലെ എബനേസർ ബ്രദർ അസംബ്ലിയിൽ ഞങ്ങള് ഇങ്ങനെ ബൈബിൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. और परमेश्वर की महान कृपा से हमारे यहाँ पर सुबह दोहा एबेनेजर ब्रदर असेंबली में बाइबल क्लासेस चल रहे हैं. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സില് കൊലോസ്യ ലേഖനത്തിൽ നിന്ന് അല്പസമയം സംസാരിക്കുവാൻ ഇന്ന് എനിക്കും അവസരം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. और मुझे आज मौका मिला कि मैं कोलोसियों की पत्री से कुछ वहां पर उनके साथ बांटने के लिए प्रभु ने मेरे जीवन में अवसर दिया. ദൈവം നൽകിയ ആ ചിന്തകൾ തന്നെ ഇന്ന് രാത്രി സമയവും പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. जो परमेश्वर ने मुझे उस कलीसिया में बताने के लिए जो चिंता दी है उसे मैं आज शाम को आपके साथ बांटने के लिए चाहता हूँ. ഞങ്ങൾ ചിന്തിച്ചത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. आज सुबह हमने कोलोसियों के पत्री अध्याय 3 और उसके 12 से 25 आयत तक हमने मनन किए हैं. അപ്പോൾ ആ വചനത്തിൽ നിന്ന് ചിന്തിച്ചതായ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. और आज मैं सुबह जिन बातों के ऊपर मैंने चिंता की है उसी बात को लेकर वापस आपके साथ मैं बांटने के लिए चाहता हूँ. ഇവിടെ 12 മുതൽ 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ നാം നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തില് 3 രീതിയിൽ വ്യത്യസ്തമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഒന്ന് നോക്കാം. और जब कोलोसियों की पत्री अध्याय 3 उसके 12 से 25 आयत जब हम मनन करते हैं तो हमारे मसीह जीवन के 3 भाग कैसे होंगे, अगर उस भाग को हम करते हैं तो हमारे जीवन में क्या लागू होती है, उन बातों को मैं लेकर आपके सामने आया हूँ. ഒരു ദൈവ മക്കൾ, അതായത് ഒരു കർത്താവിന്റെ മക്കളായിരിക്കുന്ന നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതം, ആ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നാം പിൻപറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. और हम जब मसीह जन है, जब हम प्रभु यीशु मसीह के उस चाल चलन के पीछे चलते हैं तो हमारे जीवन काल में हम किस चीजों का अनुकरण करना है, कैसे हमारे जीवन को चलाना है, उन बातों को मैं आज आपके सामने बांटना चाहता हूँ.
വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. और व्यक्तिगत मसीह जीवन में जो हमें पालन करनी है वो बातों को मैं रखना चाहता हूँ. അതുപോലെ തന്നെ ഒരു വിശ്വാസി തന്റെ കുടുംബ ജീവിതത്തിൽ എപ്രകാരമാണ് ആയിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. और पारिवारिक जीवन में भी एक विश्वासी जन कैसा होना चाहिए उसके बारे में मैं आज आपके साथ बांटना चाहता हूँ. അതുപോലെ തന്നെ വിശ്വാസി തന്റെ സാമൂഹിക ജീവിതത്തിൽ ഈ ലോകത്തിൽ സാമൂഹിക ജീവിതത്തിൽ താൻ എപ്രകാരമായിരിക്കണം, എപ്രകാരമാണ് താന് എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയങ്ങളിൽ പിൻപറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് കാണുവാനായിട്ട് സാധിക്കും. और उसके आगे जब हम वर्णन करेंगे तो एक मसीही जन अपने संसार के जीवन में वो सामूहिक जीवन में कैसा अपना चाल चलन बिताना है उस बात के ऊपर भी हम गौर करेंगे. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 12 മുതലുള്ള വാക്യങ്ങളെ വായിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ദൈവ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. और प्रभु की इच्छा हो तो पवित्र आत्मा के आश्रय पर होकर मैं कोलोस्सियों के पत्र अध्याय 3 उसके 12 से आगे के आयतों को मनन करना मैं चाहता हूँ. 12ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും. वहां पर कोलोस्सियों के पत्र अध्याय 3 कलम 12 में हम इस रीति से पढ़ते हैं, इसलिए परमेश्वर के चुने हुओं के समान जो पवित्र और प्रिय है बड़ी करुणा और भलाई और दीनता और नम्रता और सहनशीलता धारण करो, और यदि किसी को किसी पर दोष देने का कोई कारण हो तो एक दूसरे को सह लो. ദൈവമക്കളായ നാം ഓരോരുത്തരും ഈ വചനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവാവുന്ന ഒരു കാര്യം, നാം ഈ എല്ലാവിധ ഗുണവിശേഷങ്ങളും നമ്മളില് ആവസിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കാം ഈ വാക്യങ്ങൾ നാം വായിച്ചു കഴിയുമ്പോൾ. जब इस आयातों को मनन करते हैं, जब वहां पर हम देखते हैं प्रिय और बड़ी करुणा, ऐसे सब कुछ विश्लेषणों को हम देखते हैं तो हम ऐसे सोचते हैं कि जब हम इस संसार में जीवन बिताते हैं तो ये सारे गुण तो हमारे जीवन में है ही. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സ്റ്റാൻഡേർഡിൽ, ആ കർത്താവായ യേശു ക്രിസ്തു എപ്രകാരം നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തോ അതേ സ്റ്റാൻഡേർഡിൽ ഇതെല്ലാം നാം പാലിക്കുന്നുണ്ടോ എന്നാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടതായിരിക്കുന്നത്. लेकिन ये बात हमें गौर करना है कि हम कैसे प्रभु यीशु मसीह का चाल था वैसे ही क्या उसी रीति से हमारी चाल है, उस बात के ऊपर हमें टटोलना जरूरी है. ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അനേകരും മറ്റു പലരെയും സഹായിക്കുന്നുണ്ട്, അനേകം പലതരം സഹായങ്ങൾ ഒരു കാര്യം നാം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല മാധ്യമങ്ങൾക്കും അത് കിട്ടിക്കഴിയുമ്പോൾ അനേകരും ഒത്തിരി പേരെ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. और इस संसार के ऊपर एक पल अगर हम गौर करें तो हम देख सकते हैं कई सारे लोग कई प्रकार की चीजों के साथ वहां पर मदद करते हुए हम देख सकते हैं. कोई और माध्यम के द्वारा अगर उनको मदद होती है तो उन सारे मददों को दिखाते हुए उसका विश्लेषण करते हुए हम देख सकते हैं. കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം, നാം കർത്താവിന്റെ മനസ്സോടുകൂടെ അല്ലെങ്കിൽ കർത്താവ് ചെയ്തതുപോലെ ഈ കാര്യങ്ങളെ നാം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അപ്രകാരം ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. लेकिन परमेश्वर की इच्छा यह है कि जैसा प्रभु का मन था वैसे ही उसी हिसाब से हमारी भी चाल चलन, हमारा भी मन वैसे ही प्रभु के अनुरूप हो, वो परमेश्वर चाहता है. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് പലതരം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയും അനുഭവിക്കുന്നവരാണ് നാം. പലപ്പോഴും നമുക്ക് പല പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പലപ്പോഴായിട്ട് നമ്മൾ അനുഭവിക്കുന്നവരാണ്. और अगर हम हमारे पारिवारिक जीवन को देखें तो हमारे पारिवारिक जीवन में कई बार तकलीफ, मुसीबत, समस्या आती है. उतना ही नहीं, जब हमारे पारिवारिक जीवन को हम देखते हैं तो परिवार के अंदर से भी कभी कोई तकलीफ, मुसीबत, समस्या आने लगती है. നമ്മുടെ തെറ്റുകളൊന്നും അതായത് നമ്മള് ചിലപ്പോൾ ഒരു പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടാക്കിയില്ലെന്ന് വരാം. എന്നാൽ നമ്മുടെ സഹോദരന്മാർ തന്നെ, അവരിൽ നിന്ന് തന്നെ നമുക്ക്
പലതരം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മൾ ചിലപ്പോൾ അനുഭവിച്ചെന്ന് വരാം. ഇതൊന്നും നമ്മുടെ തെറ്റല്ല. നമ്മുടെ ഭാഗത്തായിരിക്കും 100% ന്യായവും നമ്മുടെ ഭാഗത്തായിരിക്കും. എന്നാല് നമുക്ക് നമ്മുടെ സഹോദരന്മാരിൽ തന്നെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയും നമ്മൾ അനുഭവിച്ചെന്ന് വരാം. शायद हमारी गलती नहीं होगी, लेकिन फिर भी हम देखें तो हमारे भाइयों के साथ कभी हमारे भाई लोग हमारे ऊपर दोष लगाए, शायद ये 100% हमारी तरफ उसकी पूरी सत्यता होगी, उसकी न्याय हमारी तरफ होगी, लेकिन कभी कभी कोई दोष अगर हमारे ऊपर आ जाती है, അങ്ങനെയുള്ള അവസരത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നവരായി പോയിട്ടുണ്ടാവാം. എന്നുവെച്ചാൽ നമ്മൾ അതിനകത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നവരാവാം. എന്ന് വെച്ചാൽ നമ്മളുടെ ഭാഗത്ത് ഒരു പ്രയാസമോ പ്രതികൂലമോ ഇല്ല. അപ്പോൾ നമ്മൾ സഹോദരന്മാരോട് നാം എപ്രകാരമാണ് ആ സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കുന്നവരായി തീർന്നെന്ന് വരാം. शायद हम ऐसे मौकों के समय अगर ऐसे जब हमारे ऊपर कोई दोष लगाता है तो हम उनके विरोध हो सकते हैं, उनका शायद विरोध करने के लिए हमारे अंदर भावनाएं होंगे. ऐसे सब बातों को हम यहाँ पर देख सकते हैं. നമുക്ക് വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. हम एक आयत मनन करेंगे. पहले कुरिन्थियों की पत्री उसके अध्याय 6 और उसके कलम 6, 7 और 8. ഇവിടെ കർത്താവ് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. यहाँ पर प्रभु हमसे क्या कहना चाहते हैं, जरा हम गौर करेंगे. നിങ്ങൾക്ക് തമ്മിൽ അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തതെന്ത്, നഷ്ടം ഏറ്റുകൊള്ളാത്തതെന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. तुम में भाई भाई में मुकदमा होता है और वह भी अविश्वासियों के सामने, परंतु सचमुच तुम में बड़ा दोष तो वह है कि आपस में मुकदमा करते हो, अन्याय क्यों नहीं सहते और अपनी हानि क्यों नहीं सहते, परंतु तुम तो स्वयं अन्याय करने और हानि पहुंचाने, और यह भी भाइयों को. പ്രിയമക്കളെ, നാം ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, നാം സഹോദരനോട് ഒരിക്കലും വ്യവഹരിക്കുവാനെ കൊണ്ട് പാടുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, അത് അവിശ്വാസികളുടെ മുമ്പിൽ ഒരിക്കലും ചെയ്യുവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പിന്നെ പറയുന്ന ഒരു കാര്യം, നഷ്ടമേറ്റുകൊള്ളാത്തത് എന്ത് എന്ന് നാം ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നഷ്ടം എന്തുകൊണ്ട് ഏറ്റുകൊള്ളുന്നില്ല. और जब यहाँ पर हम मनन करते हैं तो हम देख सकते हैं कि जब भाई भाइयों में मुकदमा होता है, जब उनको एक दूसरे के ऊपर दोष लगाते हैं, तो वहां पर हम इस रीति से देखते हैं, परमेश्वर के दास प्रेरित पौलुस बताते हैं कि हम एक दूसरे को क्यों नहीं सहते हैं, या फिर हमारी हानि को हम यहाँ पर क्यों नहीं सहते हैं. इस रीति से वो कहना चाहते हैं. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഇതിലാണ് വന്ന് അവസാനിക്കുന്നത്. നമ്മളെല്ലാം ചെയ്യാൻ നമ്മൾ ഓക്കെയാണ്, നമ്മള് ക്ഷമിക്കുന്നവരാണ്, നമ്മള് എല്ലാ കാര്യങ്ങളും എന്നാല് ഒരു നഷ്ടം ഏറ്റുകൊള്ളാം എന്നുള്ള ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ, നമ്മളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം നമ്മളിൽ നിന്ന് ഭവിക്കുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ ക്ഷമയും സ്നേഹവും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലെ ഈ കാര്യങ്ങളൊക്കെയും ഇന്ന് എപ്രകാരം ഇരിക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. लेकिन ये बात हमें टटोलना है कि हम सहन तो करते हैं, हम क्षमा तो करते हैं, लेकिन जब हानि उठाने का समय आता है तो हम उस समय हमारी सहनशीलता को, हमारे उस संयम को वहां पर हम तोड़ देते हैं. वहां पर हम एक मुकदमा लड़ने के लिए शुरू हो जाते हैं. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ഒരു കാര്യം വരുമ്പോൾ, നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ, അത് നാം തന്നെ കൊടുത്ത കാര്യങ്ങളായിരിക്കാം, നാം ചിലർക്ക് സഹായമായിട്ട് കൊടുത്ത കാര്യങ്ങളായിരിക്കാം. എന്നാൽ അതൊക്കെയും അല്ലെങ്കിൽ തിരിച്ചു കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ, ആ സമയത്ത് നമ്മളുടെ എല്ലാവരുടെയും ആ സ്വഭാവം മാറുന്നതായിട്ട് നമുക്ക് പലപ്പോഴും നമ്മള് അത് ശരിക്കും ചിന്തിച്ചു നോക്കണം. പലപ്പോഴും നമ്മളിൽ നിന്നും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്.
എന്നാൽ ദൈവവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം നഷ്ടം സഹിക്കാത്തത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. നഷ്ടം സഹിക്കാനാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. और जब हम देखते हैं तो कई बार हम कोई को कुछ मदद रूपी करते हैं, उनको हम सामने से कुछ मदद करते हैं, लेकिन जब हानि उठाने का समय आता है तो हम उन सारी भलाई को, उन सारी संयमता को हम भूल जाते हैं. तो परमेश्वर के जन यहाँ पर कहते हैं कि हम इन सारे इस हानि को क्यों नहीं उठाते, इस संयमता के साथ हम इस हानि को क्यों नहीं उठाते हैं, वो परमेश्वर के दास यहाँ पर कहना चाहते हैं. സ്വന്തം സഹോദരന്മാരോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇത് കണ്ടത്. നമുക്ക് തുടർന്ന് നമുക്ക് കടന്നു വരാം. ഇതിന്റെ ഇനി മുമ്പിലേക്കുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. നാം പാപികളായിരുന്നപ്പോൾ, നാം ദൈവവിരോധികളായിരുന്നപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്കായിട്ട് തന്റെ ജീവൻ അർപ്പിച്ചത്. അപ്പോൾ കർത്താവ് ക്ഷമിച്ചത് അപ്രകാരമാണ്. അപ്രകാരം ക്ഷമിക്കുവാനായിട്ട് കർത്താവ് നമ്മളോട് ഇവിടെ പറയുകയാണ്. और जब अभी हम लोगों ने भाइयों के बीच के उस बातों को मनन किया, और जब हम कोलोसी के पत्री अध्याय 3 उसके 13 आयत के आगे की आयतों को जब मनन करते हैं, वहां पर हम देखते हैं कि जैसे प्रभु ने तुम्हारे अपराध क्षमा किए वैसे ही तुम भी करो. वहां पर हम देखते हैं प्रभु ने हमारे कैसे अपराध को क्षमा किया. जब हम उसके विरोधी थे, जब हम पापी थे, जब अपराधी थे, उस समय प्रभु ने हमारे उस अपराध को, हमारे हर एक गुनाह को उसने सहन किया, उसने क्षमा किया. उसी रीति से प्रभु हमसे चाहते हैं कि हम एक दूसरे को सह ले और उसी रीति से हम क्षमा भी करें. ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു കാതലായിട്ടുള്ള അടുത്ത ഒരു കാര്യം എന്നുള്ളത്, ഇനി ധരിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവാനാണ് അടുത്തതായിട്ട് പറയുന്നത്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിനെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. उसके आगे के बातों को जब हम मनन करते हैं तो कुछ बांध लो, इस रीति के शब्दों को हम देखते हैं. वहां पर उसके 14 आयत में मनन करते हैं कि इस सब के ऊपर प्रेम को जो सिद्धता का कटिबंध है बांध लो, हम देखते हैं. എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. ഈ സ്നേഹം, സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം നാം ധരിച്ചു കഴിയുമ്പോൾ നമുക്ക് അന്യോന്യം പൊറുക്കുവാനും അന്യോന്യം ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കുന്ന, നമുക്കത് കർത്താവ് ചെയ്തതുപോലെ തന്നെ, കർത്താവ് ക്ഷമിച്ചതുപോലെ തന്നെ നമുക്കത് ചെയ്യുവാൻ സാധിക്കും. जब हम उस हर सबसे ऊपर प्रेम को जो सिद्धता का कटिबंध है बांध लेते हैं, तो हम एक दूसरे को संयमता के साथ उनको क्षमा करते हैं. उनको हम उनके गुणों को, उनके हर एक दोष को हम क्षमा करते हैं. उस प्रभु का वो स्वभाव को हम बांध लेते हैं. उन सारे बातों को वहां पर हम देख सकते हैं. പ്രിയമുള്ള ദൈവമക്കളെ, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള അടുത്ത ഒരു കാര്യം എന്നുള്ളത്, നാം ഓരോരുത്തരും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് നമ്മളെ തിരഞ്ഞെടുത്തവരായിട്ടാണ് നാം ആയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നാം വിശ്വസിച്ചു അല്ലെങ്കിൽ നാം നമ്മുടെ ഒരു പ്രവർത്തികളാലോ പുണ്യപ്രവർത്തികളാലോ അല്ല നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് മുന്നമേ കണ്ടു, വിളിച്ചു, വേർതിരിച്ചു തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. आज परमेश्वर के संविधान में हम है तो हमें स्मरण करना है कि परमेश्वर ने हमें चुन लिया है. हमें उस परमेश्वर ने जब चुन लिया है तो परमेश्वर के संविधान में जब हम है तो परमेश्वर ने हमारे कोई कर्मों से नहीं, हमारे कोई काम से नहीं, परंतु ये परमेश्वर की अनुग्रह है जो उसने हमें पहले से ही देख लिया, उसने हमें चुन लिया, उसने हमें अलग किया. हम देख सकते हैं നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ഈ അല്ലെങ്കിൽ നാം ഇന്ന് ആയിരിക്കുന്ന ദൈവമക്കൾ എന്നുള്ള പദവി എന്നുള്ളത് നമുക്ക് എത്ര സ്തുതിച്ചാലും അല്ലെങ്കിൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒന്നാണ്. നമ്മളെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തല്ലോ എന്ന് നാം ചിന്തിക്കേണ്ടത്. ഇത് അനേകം പേർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യാവസ്ഥ ഏറെയായ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തിന് അനേകമായിരം കോടി സ്തോത്രം സ്തുതി പാടിക്കൊണ്ട് നാം അവന് നന്ദി അർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്.
और ये परमेश्वर का जन का जो पद है, जब हम स्मरण करते हैं तो हम जैसे तुच्छ लोगों के ऊपर, जिसके ऊपर कभी कोई योग्यता नहीं है, उस बिना योग्यता के लोगों के ऊपर परमेश्वर ने ये परमेश्वर के जन का पद का उपयोग कर उसने हमें अपने साथ उसने हमें रख लिया है, उसके संविधान में हम हैं। इसके लिए परमेश्वर को धन्यवाद करेंगे। कोई संसार में तुच्छ लोगों को, कुछ लोगों को ये सौभाग्य, ये पद मिला है। 15ാമത്തെ വാക്യം നാം അതാണ് കാണുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിക്കുവീൻ. इसके लिए उसके 15 आयत में इन्हीं बातों को हम गौर करते हैं। मसीह की शांति जिनके लिए तुम एक देह होकर बुलाए भी गए हो, तुम्हारे हृदय में राज करे और तुम धन्यवादी बने रहो। പ്രിയമുള്ള ദൈവമക്കളെ, ഈ ക്രിസ്തുവിന്റെ സമാധാനം എന്നുള്ള ഒരു കാര്യം നമുക്ക് പലപ്പോഴും ചിലപ്പോൾ അതിന്റെ ആ ആഴം മനസ്സിലാക്കുവാനെ കൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ നാം ഈ ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് ചില സങ്കടഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നാം ചില കാര്യങ്ങളിൽ കൂടി കർത്താവ് നമ്മളെ കടത്തി വിടുമ്പോൾ മാത്രമാണ് ഈ കർത്താവിന്റെ സമാധാനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. और ये मसीह की शांति शायद हम कई बार उसकी गहराई को समझ नहीं पाते हैं, लेकिन ये बात परमेश्वर तब हमें समझाता है जब परमेश्वर हमें कुछ परिस्थितियों से गुजारता है। उस परिस्थितियों से जब हम गुजरते हैं तब मसीह की शांति की वो गहराई हमें परमेश्वर तब हमें वो दिखाती है, और मसीह की शांति का अनुभव तब हमें होती है, हम देख सकते हैं। നാം പലപ്പോഴും നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം എന്താണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചില പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ക്രിസ്തുവിന്റെ സമാധാനം. ആ സമാധാനം നാം എപ്രകാരം അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ആ ജീവിത ഘട്ടത്തിൽ അല്ലെങ്കിൽ നാം നാം കടന്നു പോകുന്ന ചില അവസ്ഥകൾ അത് നമ്മളെ ശരിക്കും മനസ്സിലാക്കി തരും ക്രിസ്തുവിന്റെ സമാധാനം എന്താണെന്നുള്ളത്. और ये मसीह की शांति क्या है, शायद उसको हम बराबर मालूम नहीं होंगे, शायद उसकी गहराई हमें नहीं मालूम होगी, लेकिन हमारी कुछ परिस्थितियों से, कुछ और अवस्थाओं से जब हम गुजरते हैं तो प्रभु हमें वो मसीह की शांति का अनुभव देते हैं, और वो अनुभव प्राप्त कर हमारे आत्मिक जीवनों में आगे बढ़ते हुए हम देख सकते हैं। ഇത് വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. और ये व्यक्तिगत मेरे जीवन में भी परमेश्वर ने इसको अनुभव होने के लिए सहाय किया। നിങ്ങൾക്ക് എല്ലാവർക്കും അത് പലപ്പോഴായിട്ട് നിങ്ങളുടെ ഓരോ അവസ്ഥകളിൽ കർത്താവ് നിങ്ങൾക്ക് അത് തരുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ അത് അനുഭവിക്കാൻ പലപ്പോഴായിട്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ട്. और शायद मेरे जीवन में नहीं, परंतु आपके जीवन में भी आपने इसको गौर किया होगा। कई हर एक परिस्थितियों में प्रभु आपको भी वो मसीह की शांति का अनुभव दिया जरूर होगा। ഇത് ഇവിടെ പറയുന്ന വേറൊരു കാര്യം, അതിനാണല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മെ വിളിച്ചിരിക്കുന്നത് ഏക ശരീരമായിട്ടാണ്. और वहां पर हम इस रीति से पढ़ते हैं, इसके लिए तुम एक देह होकर बुलाए भी गए हो। परमेश्वर ने हमें एक देह बनाकर उसके समीप हमें रखा है, हम देख सकते हैं। പ്രിയമുള്ള ദൈവമക്കളെ, നാം ദൈവമക്കളായിട്ട് ആയിരിക്കുന്നത് നാം ഓരോരുത്തരും അതേ ഏക ശരീരമായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ഈ ക്രിസ്തുവിന്റെ സമാധാനം അല്ലെങ്കിൽ ക്രിസ്തീയ സമാധാനം അന്യോന്യം നമുക്കത് മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നവരാണ്. और ये मसीह की शांति के लिए परमेश्वर ने हमें एक देह होकर बुलाया है। जब हम एक देह है तो ये शांति जो है वो औरों को भी देना, औरों को भी उसको बांटना, ये हमारी जिम्मेदारी बनती है। ഇനിയുള്ള രണ്ട് വാക്യങ്ങൾ നാം അതാണ് കാണുന്നത്. ഇനിയുള്ള രണ്ട് വാക്യങ്ങളിൽ നാം നമ്മളുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ എപ്രകാരമാണ് നമ്മളുടെ കൂട്ടുവിശ്വാസികൾക്ക് അവരോട് എപ്രകാരമാണ് നാം ആയിരിക്കേണ്ടത്, നാം എപ്രകാരമാണ് ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് നാം തുടർന്ന് കാണുവാനായിട്ട് പോകുന്നത്. अब के आगे की दो आयत जब हम मनन करते हैं तो हमारे संगी विश्वासी जनों के साथ हमारा कैसा बर्ताव है, उनके साथ कैसा हमारा संबंध है, उन बातों के विषय में परमेश्वर के जन वहां पर गौर करते हुए हम देख सकते हैं। സങ്കീർത്തനങ്ങളാലും 16ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും
ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, 17ാമത്തെ വാക്യം, എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും. वहां पर हम इस रीति से पढ़ते हैं उसके 16 आयत में, मसीह के वचन को अपने हृदय में अधिकाई से बसने दो और सिद्ध ज्ञान सहित एक दूसरे को सिखाओ और चिताओ और अपने मन में अनुग्रह के साथ परमेश्वर के लिए भजन और स्तुतिगान और आत्मिक गीत गाओ. उसके 17 आयत, वचन में या काम में जो कुछ भी करो सब प्रभु यीशु मसीह के नाम से करो और उसके द्वारा परमेश्वर पिता का धन्यवाद करो. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ കാര്യം, വ്യക്തിപരമായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പിൻപറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നാം വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൽ നാം ധരിക്കേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളെ നാം കണ്ടു. നാം അതിലെ ആ 5 കാര്യങ്ങൾ എന്നുള്ളത് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ നമ്മള് വന്ന ആ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. ആ 5 കാര്യങ്ങൾ നാം ധരിക്കണമെന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് നാം പിന്നെ കാണുന്നത്, നാം എല്ലാത്തിനും ഇതേ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവാനെ കൊണ്ട് കണ്ടു. തുടർന്ന് വന്ന കാര്യങ്ങളാണ് ഇനി നാം കണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ക്രിസ്തുവിന്റെ ആ സമാധാനം എന്താണ് എന്നുള്ള കാര്യം നാം കണ്ടു. അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ എന്നുള്ളത് നാം നമ്മുടെ കൂട്ടുവിശ്വാസികളുമായിട്ട് ആ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൽ നാം എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് നാം ഇവിടെയാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ. और जो अभी तक हमने मनन किया उसका एक भूमिका मैं आपको देना चाहता हूं. हमने शुरुआत किया कि हमारे व्यक्तिगत जीवन का, हमारे व्यक्तिगत मसीह जीवन कैसा होना चाहिए. उसके 5 बातों को मैं आपके सामने रखा था, जो है पवित्र, प्रिय, करुणा, भलाई और दीनता, नम्रता. उन सारी बातों को मैंने आपके सामने रखा. उसके बाद मैंने बताया कि हमें उन चीजों को जो इन सब से ऊपर प्रेम जो है उसको भी हमें बांधना है. उसके बाद हमने देखा कि मसीह की शांति हमें हमेशा वो एक देह होकर हमें रखना है और परमेश्वर ने हमें एक देह बनाया है. उसके बाद हमने मनन किया कि हमें कैसे हमारे संगी विश्वासी जन जो है उनके साथ हमारा संबंध कैसा है, उनके साथ हमारा कैसा हमारे चाल चलन कैसा है. उन बातों के ऊपर अब हम गौर करने आए हैं. നമ്മള് ദൈവത്തിന്റെ വചനം, നാം ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വേണം. ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയപ്പലകളിൽ ഇരിക്കുമ്പോഴാണ് നമ്മള് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന പോലെ നാം തെറ്റ് ചെയ്യാതെ നാം മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമുക്കത് സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ദൈവവചനം നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടി നിങ്ങളിൽ വസിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നാം അവിടെ മുകൾ വശത്ത് നമുക്ക് കാണുവാൻ സാധിച്ച കാര്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കുക. और जब हम आगे मनन करते हैं तो हम देख सकते हैं कैसे हमारे विश्वासी जनों के साथ हमारा संबंध है. तो वहां पर हम देखते हैं कि मसीह के वचन को जो अपने हृदय में अधिकाई से बसने दो, तो वो अधिकाई से बसने दो. जब वो परमेश्वर के जन कहते हैं तो वो भजनों के साथ, स्तुति गानों के साथ, आत्मिक गीतों के साथ, अनुग्रह के साथ परमेश्वर के लिए हमें करने के लिए, परमेश्वर के जन वहां पे गौर करने के लिए, उसको करने के लिए परमेश्वर के जन वहां पर हमें कहते हुए हम देख सकते हैं. അതായത് തമ്മിൽ പഠിപ്പിക്കുക, ബുദ്ധി ഉപദേശിക്കുക, നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടുക. वहां पर हम देख सकते हैं कि अपने मन के अनुग्रह के साथ परमेश्वर के लिए भजन और स्तुति गान और आत्मिक गीत गाओ. ഇത് നാം ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ ഇനിയും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നാം ആത്മീയ ഗീതങ്ങൾ, പാട്ടുകൾ നാം ദൈവസന്നിധിയിൽ ഇനിയും നാം സ്വർഗത്തിലായിരിക്കുമ്പോഴും നാം അവിടെയും അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ആരാധന, അതുപോലെ തന്നെ സ്തുതി, ദൈവത്തിനുള്ള പാട്ട് നാം അവിടെയും പാടേണ്ടതാണ്. അപ്പോൾ ഇത് ഇനിയും നിത്യകാലവും
സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ആത്മീയ ഗീതങ്ങൾ. വീണ്ടും അത് നിത്യകാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലാണെങ്കിലും ഇത് നാം തുടരേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ആരാധനയും അതുപോലെ തന്നെ പാട്ടും. और जब हम भजन और आराधना, स्तुति, गान और आत्मिक गीतों के विषय में जब हम मनन करते हैं तो वहां पर हम देख सकते हैं कि इन बातों को हम आगे भी करने वाले हैं। जब प्रभु हमें लेने के लिए आएंगे, जब हम स्वर्ग में होंगे, अनंत काल के जीवन में भी इन्हीं बातों को हम देखते हैं कि वो वहां पर भी हम आराधना, वहां पर भी हम स्तुति गान, वहां पर भी हम भजन, हमेशा आराधना हमेशा हम करते रहेंगे। उस बातों को हम देख सकते हैं। ഞാൻ പറഞ്ഞ, അതായത് നമ്മളിപ്പോൾ ഈ ആദ്യത്തെ വ്യക്തിപരമായുള്ള ക്രിസ്ത്യ ജീവിതത്തിലെ കാര്യങ്ങളാണ് നാം ഇത്രയും സമയം നാം കണ്ടുകൊണ്ടിരുന്നത്. നാം എപ്രകാരം അന്യോന്യം പഠിപ്പിക്കുക, അതായത് ഈ സങ്കീർത്തനങ്ങളും സ്തുതികളും മറ്റു കാര്യങ്ങളും നാം അന്യോന്യം പഠിപ്പിച്ചുകൊണ്ട് നാം ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഐശ്വര്യമായിട്ട് സകല ജ്ഞാനത്തോടുകൂടി നമ്മളിൽ വസിക്കട്ടെ എന്ന് നാം ഇവിടെ കാണുകയാണ്. और अभी हमने व्यक्तिगत जीवन में कैसे व्यक्तिगत मसीह जीवन कैसा होना चाहिए, उन बातों को हमने देखा कि वो पवित्रता के साथ, करुणा के साथ, उन सारे बातों को हमने देखा। उसके आगे हमने देखा कि कैसे हम एक दूसरों को चिताना है, जैसे कि गीतों के साथ, भजन के साथ, जो मसीह के वचन जो हमेशा अपने हृदयों में अधिकाई से बसते हैं, उसके साथ परमेश्वर को धन्यवाद करने के लिए, परमेश्वर के जन यहाँ पर हमें गौर करने के लिए, और उन बातों को मैं यहाँ पर बताने के लिए चाहता हूँ। നാം ഇപ്പോൾ ഇതിന്റെ 5 വാക്യങ്ങൾ നാം ഇപ്പോൾ കടന്നുപോയി. ഇപ്പോൾ നമ്മള് 16 വാക്യങ്ങൾ, 16ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കണ്ടു. നമുക്ക് ഇനി തുടർന്ന് ഇനിയും നമുക്ക് ഉള്ള കാര്യങ്ങൾ ഇനി വേറൊരു അവസരത്തിൽ നമുക്ക് അത് ചിന്തിക്കാം. ഇതിനെ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നാം 17ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിക്കുവിൻ എന്നുള്ളൊരു കാര്യമാണ് നാം കാണുന്നത്. और अभी हमने 5 आयतों को मनन किया, वहां पर व्यक्तिगत मसीह जीवन कैसा होना चाहिए उसके ऊपर हमने गौर किया। और अभी हम जब मैं इस बात को समाप्त करना चाहता हूं तो उसके पहले एक आयत को मैं मनन करना चाहता हूं, जहां पर 17 आयत वहां पर लिखते हैं कि वचन में या काम में जो कुछ भी करो सब प्रभु यीशु मसीह के नाम से करो और उसके द्वारा परमेश्वर पिता का धन्यवाद करो। അവിടെ നാം കാണുന്നത് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക എന്നൊരു കാര്യമാണ് നാം കാണുന്നത്. वहां पर एक बात को हम इस रीति से मनन करते हैं कि वचन में या काम में जो कुछ भी करो सब प्रभु यीशु मसीह के नाम से करो और उसके द्वारा पिता परमेश्वर का धन्यवाद करो। പ്രിയ ദൈവമക്കളെ, ഒരു വാക്യം കൂടെ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 7ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം കൂടെ പറഞ്ഞ് ഇതിനെ നമുക്ക് ആ ഒരു കാര്യം കൂടെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 7ാമത്തെ വാക്യം അവസാന ഭാഗം: മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. वहां पर एक और आयत प्रियजनों में बताकर यहाँ पे बताना चाहता हूँ। पहले शमूएल के पुस्तक उसके अध्याय 16 और उसके 7वां आयत के आखिरी बातों को मैं यहाँ पर पढ़ना चाहता हूँ। मनुष्य तो बाहर का रूप देखता है परंतु परमेश्वर की दृष्टि मन पर रहती है। നാം അപ്പോസ്തല പ്രവൃത്തികളിൽ നാം ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ന്റെ 13-ാം വാക്യത്തിൽ കർത്താവിന്റെ നാമത്തിലെ പലതും ചെയ്യുന്നതായിട്ട്, കർത്താവിന്റെ നാമം എടുത്ത് ചെയ്യുന്ന കുറെ ആൾക്കാരെ നാം അവിടെ ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇന്ന് നാം ചിന്തിച്ചു കഴിയുമ്പോൾ, ഇന്ന് നാം പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ കർത്താവിന്റെ നാമത്തിൽ പല കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പലരും അപ്പുറത്ത് നമുക്ക് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ കൂടെ ആണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്ന കാര്യം എന്നുള്ളത്
വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും യേശുവിന്റെ നാമത്തിൽ ചെയ്യുക എന്നുള്ള അതിന്റെ വ്യക്തമായ കാര്യം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നാം കർത്താവിൻ്റെതായിട്ടുള്ള മനസ്സ് ഉള്ളവരാണ്. നാം കർത്താവിന്റെ മനസ്സുള്ളവരാണ്. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് കർത്താവിന്റെ നാമത്തിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ കർത്താവിന്റെ നാമത്തിൽ ഉറച്ച് നാം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. और जब हम प्रेरितों के काम उसके अध्याय 19 उसके कलम 13 जब मनन करते हैं तो कई सारे जगहों में हम देखते हैं कि प्रभु के नाम से कई लोग कई सारे क्रियाओं को कई सारे कामों को करते हुए हम देखते हैं, लेकिन वहां पर हमें मनन करना चाहिए कि प्रभु मनुष्यों के बाहरी तौर को नहीं परंतु उनके मन को जांचता है। इसके लिए हम जो भी कुछ करें हमारे वचन में या कोई काम से हम करें सब प्रभु यीशु मसीह के नाम से परमेश्वर को धन्यवाद देने के रूपी काम हम करने के लिए परमेश्वर हमें सहाय करे। ഇന്ന് നാം ചിന്തിച്ച ഈ കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രം നാം ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുക. കർത്താവ് നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും ബാഹ്യമായ പ്രവർത്തികളിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നോക്കുന്ന ഒരു കർത്താവാണ് നമുക്ക് ഉള്ളത്. ആ കർത്താവിന്റെ സന്നിധിയില് നീതിയുള്ളവരായിട്ട് നിൽക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കാര്യങ്ങളെ നാം ചെയ്യുവാൻ, നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നാം അത് ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നോക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. और जब हम हमारे कोई भी काम कोई भी कार्य क्यों ना करे, लेकिन हमारे बाहर के रूप से हम ना करें परंतु हमारे मन से हम करें। जो बातों को हम कलोसियों की पत्री अध्याय 3 उसकी 12 से आगे के आयतों को जब मनन कर रहे हैं तो वहां पर हम देख सकते हैं कि उनमें जो लिखे हुए हर एक कार्य जो है वो सब हमारे हृदयों से हमें करने के लिए परमेश्वर सहाय करे। इसकी ऐसी एक प्रार्थना हम करें। നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണെങ്കിലും നമ്മള് നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നാം കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മളെ ഏതൊരു കാര്യം നാം ചെയ്താലും അത് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. इसके लिए जो भी कुछ हम करें, कोई भी हमारे प्रियजनों को हम मदद क्यों ना करें, लेकिन वो सारे कार्य हम हमारे हृदयों से करें, हमारे मनों से हम करें, क्योंकि हमारे मन को जांचने वाला परमेश्वर है। इसके लिए हर एक कार्यों को हमारे मन से करने के लिए प्रभु हमें शक्ति दे, सामर्थ्य दे। इसी बात के साथ मैं यहाँ पे समाप्त करना चाहता हूँ। ഒരു പ്രാവശ്യം കൂടി ഇപ്രകാരം ഒരു അവസരം തന്ന ആ സഭയോടുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ एक और बार जो कलीसिया ने मुझे ये मौका दिया है, कलीसिया को मैं धन्यवाद देते हुए परमेश्वर के नाम की स्तुति हो।